കൈത്ത മൂന്നാം ബുധൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. പാദങ്ങൾ കഴുകുന്നു. ഈ ലോകം വിട്ടു പോകാൻ സമയമായെന്നറിഞ്ഞ യേശു ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കാൽ കഴുകൽ ശുശ്രൂഷ. സ്രഷ്ടാവ് സൃഷ്ടിയുടെ കാൽ കഴുകുന്നു. അടിമയുടെ ജോലി ചെയ്യുന്നു. ദൈവവുമായി സമാനത വേണ്ടെന്ന് വെച്ച് ദാസന്റെ വേഷം ധരിക്കുന്നു. കാരണം തന്റെ സമയമായി എന്നവൻ അറിഞ്ഞു. ദൈവം നിയോഗിച്ച മാമോദീസ മുങ്ങാനുള്ള സമയം. ലോകം പുച്ഛിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടുത്തുന്ന സമയം. സഹന മരണ ഉദ്ധാന സമയം. സാത്താന്റെ തല തകർക്കുന്ന സമയം. ഈ സമയത്തെക്കുറിച്ച് യോഹന്നാന് അതീവ വാക്ചാതുര്യമാണ്. ലൗകിക മാനദണ്ഡമനുസരിച്ച് ഒരാൾക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അവന്റെ സമയമാണ് എന്ന് നാം പറയും. എന്നാൽ സഹനത്തിന്റെ പാരമ്യത്തിൽ ഗോതമ്പ് മണി അഴിഞ്ഞില്ലാതാകുമ്പോൾ മുളച്ചു പൊങ്ങുന്ന പ്രത്യാശയാണ് യേശു പറയുന്ന സമയം. സഹനത്തെക്കുറിച്ച് അവൻ പറയുമ്പോഴൊക്കെ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നാണവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ സമയത്തിനു ശേഷം തന്റെ ആശയങ്ങളുടെ മരണമുണ്ടാകാതിരിക്കാൻ കാൽ കഴുകലിലൂടെ അവൻ അവർക്ക് മാതൃക നൽകുന്നു. എളിമയുടെ, ശുശ്രൂഷയുടെ, ലാളിത്യത്തിന്റെ മാതൃക. പത്രോം നിഷേധിക്കുമ്പോൾ നിനക്ക് എന്നോട് പങ്കില്ല എന്നതിന് യേശു കാണിച്ച മാതൃക പിന്തുടരാത്തവർക്ക് അവന്റെ ശിഷ്യത്വത്തിന് യോഗ്യതയില്ല എന്നാണ് അർത്ഥം. കുടുംബജീവിതത്തിലും ഇടവകാതലത്തിലും അങ്ങനെ നാം ഇടപെടുന്ന സകല മേഖലകളിലും ശുശ്രൂഷ മികച്ചു നിൽക്കണം. അതാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ ആരംഭവും തനിമയുമാണത്.